തൃശൂർ ജില്ലയിൽ പകർച്ചവ്യാധി വ്യാപനം ആശങ്കയാകുന്നു. ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ രോഗബാധിതരുടെ എണ്ണം ഉയരുന്നതായി ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. കൊതുക് നശീകരണവും പ്രതിരോധ പ്രവർത്തനങ്ങളും ശക്തമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴയും വെയിലും മാറിമറിയുന്ന പ്രതികൂല കാലാവസ്ഥയ്ക്കിടെ തൃശൂർ ജില്ലയിൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വ്യാപകമാവുകയാണ്. കഴിഞ്ഞ 9 ദിവസത്തിനിടെ ഡെങ്കിപ്പനി ലക്ഷണങ്ങളോടെ 243 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഇതിൽ 93 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരണം റിപ്പോർട്ട് ചെയ്തതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ. ഇവിടെ മാത്രം 48 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതിനിടെ പനിബാധിതരുടെ എണ്ണവും കുത്തനെ ഉയർന്നു. 9 ദിവസത്തിനിടെ 7487 പേരാണ് ചികിത്സ തേടിയത്. ഇതിൽ 62 പേരെ മാത്രമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ഡെങ്കിപ്പനിക്ക് പുറമെ ഇൻഫ്ലുവൻസ, എലിപ്പനി, മലേറിയ കേസുകളും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊടകര, അവണൂർ, കൊരട്ടി, കാട്ടുകാമ്പാൽ മേഖലകളിൽ മലേറിയ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ്. വീടിനകത്തും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുതെന്നും പനിയോടൊപ്പം കടുത്ത തലവേദന, പേശിവേദന, ശരീരത്തിൽ ചുവന്ന പാടുകൾ എന്നിവ അനുഭവപ്പെട്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ വൈദ്യസഹായം തേടണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. മീഡിയ ടൈം, തൃശൂർ.